മൻ സ്വല്ലാ ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅ من صلى لله 40 يوما في جماعة يدرك التكبيرة الأولى ആരെങ്കിലും അല്ലാഹുവിനെ 40 ദിവസം കൃത്യമായി നിസ്കരിച്ചു ഇമാമോടുകൂടെ യുദിരിക്കു തക്ബീറത്തുൽ ഊല ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഇമാമിന്റെ പിന്നിൽ ആൾ ഉണ്ടാവണം. അങ്ങനെ 40 ദിവസത്തെ 5 നേരത്തെ നിസ്കാരവും ഒരാൾക്ക് നിർവഹിക്കാൻ കഴിഞ്ഞാൽ ഇതൊരു ചാലഞ്ചാണ്. അതിനിടയ്ക്ക് വിട്ടുപോയാൽ വീണ്ടും അടുത്തൊരു 40 തുടങ്ങണം. 40-നിടയ്ക്ക് വിട്ടുപോകരുത്. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം വിട്ടുപോകുന്ന അവരുടെ മന്ത്ലി സൈക്കിൾ അതിന്റെ ബാധകമല്ല. പുരുഷന്മാർക്ക് പിന്നെ അതൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? പരിപൂർണമായും 40 ദിവസം ഒരുമിച്ച് കിട്ടണം. 5 വക്ത് നിസ്കാരവും ഇമാം അല്ലാഹു അക്ബർ എന്ന ആദ്യത്തെ തക്ബീർ ചൊല്ലുന്ന തക്ബീറത്തുൽ ഇഹ്റാം, ആ തക്ബീറിന്റെ കൂടെ ഇമാമിന്റെ പിന്നിലുണ്ടാവണം. അങ്ങനെ 40 ദിവസം ഒരാൾ അല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ചാൽ കുതിബ ലഹു ബറാഅതാൻ, അല്ലാഹു 2 മോചനം അവർക്ക് നൽകും. ഒന്ന് ബറാഅത്തും മിനന്നാർ, നരകത്തിൽ നിന്നുള്ള മോചനം, വ ബറാഅത്തും മിനൻ നിഫാഖ്, കാപട്യത്തിൽ നിന്നുള്ള മോചനം. അവരൊരിക്കലും മുനാഫിഖാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു ട്രെയിനിങ് ആണ്. 40 ദിവസം അങ്ങനെ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ അതിനപ്പുറത്തേക്ക് അള്ളാഹു ശരിയാക്കി തരുന്ന. 40 കഴിഞ്ഞ പിന്നെ അത് 40 ദിവസം 5 നേരത്തെ ജമാഅത്ത് തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടെ കിട്ടിയൊരു മനുഷ്യൻ അതിന്റെ രുചി അറിയും. പിന്നെ അവർക്ക് നിർത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഹിദായത്തിന് ഉറപ്പുണ്ട് എന്നൊരു സൂചന ഈ ഹദീസിലുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി എന്തെങ്കിലും ജമാഅത്തുകൾ നഷ്ടപ്പെട്ടു പോയതുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം മുതൽ, ഇന്നത്തെ ളുഹർ മുതൽ അല്ലെങ്കിൽ അസ്ർ മുതൽ ഇതാ നമ്മൾ ആരംഭിക്കുകയാണ് 40 ദിവസത്തെ ഒരു പ്രോഗ്രാം. 40 ദിവസം മൻ സ്വല്ലാ ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅ. അതൊരു വലിയ തൗഫീഖാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി മദീന പള്ളിയിലെ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ പള്ളിയിൽ മാ ഫാതത്നി തക്ബീറത്തുൽ ഇഹ്റാമി മുൻദു 40 സന, 40 വർഷം എനിക്ക് തക്ബീറത്തുൽ ഇഹ്റാം മദീന പള്ളിയിൽ നഷ്ടമായിട്ടില്ല. ഞാൻ ഇമാമിന്റെ തൊട്ടുപിറകിലുണ്ടായിരുന്നുവെന്ന് പറഞ്ഞ മദീനയിലെ ഫഖീഹായിരുന്നു സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി തആല. മദീനയിലെ അറിയപ്പെട്ട ഫുഖഹാ സബ്അ അതിൽപ്പെട്ട ആളാണ് സഈദ് ബിൻ മുസയ്യിബ് തങ്ങൾ. 40 വർഷം, 40 ദിവസമല്ല, 40 വർഷം ഇമാം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, മദീന പള്ളിയിൽ ഉണ്ടായിരുന്നു. ഹജ്ജൊക്കെ അതിന് മുമ്പ് കഴിഞ്ഞു. ഹജ്ജ് കഴിഞ്ഞ് വന്ന് പിന്നെ ഒരു സുന്നത്തായ ഹജ്ജിനൊന്നും പോയിട്ടില്ല. അദ്ദേഹം പിന്നെ മദീന പള്ളിയിൽ തന്നെ ക്യാമ്പിംഗ് ആണ്. അങ്ങനത്തെ ഒരു മഹാനോടൊക്കെ പറയാൻ എത്ര ധൈര്യം വേണമല്ലേ? 40 വർഷം എനിക്ക് തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടമായിട്ടില്ല റസൂലുള്ളാഹിന്റെ പള്ളിയിൽ എന്ന് പറഞ്ഞ മഹാൻ സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ മകളുണ്ട്. മകളുടെ കല്യാണം കഴിഞ്ഞപ്പോഴേ പുതിയാപ്പിള്ള തലകെട്ടും കെട്ടിയിട്ട് രാവിലെ ഇറങ്ങിപ്പോവാണ്. ഞാൻ സഈദ് ബിൻ മുസയ്യിബ് തങ്ങളുടെ നിന്റെ ഉപ്പാന്റെ ദർസിലേക്ക് പോവാണ്. മോള് ഭാര്യ ചോദിച്ചു എങ്ങോട്ടാ പോകണം? ഞാൻ ദർസിലേക്ക് പോവാണ്. ഉപ്പാന്റെ ശിഷ്യനാണ് അദ്ദേഹമാണ്. ഉപ്പാന്റെ മോളെ, അതായത് ഉസ്താദിന്റെ മോളെ കല്യാണം കഴിച്ചതാണ്. ഉസ്താദിന്റെ ദർസിലേക്ക് പോകുമ്പോ ഈ പെൺകുട്ടിയോട് പറഞ്ഞു, ഇജ്ലിസ് ഫഇന്നി ഉഅല്ലിമുക ഇൽമ സഈദ്. എന്റെ വാപ്പ സഈദ് ബിൻ മുസയ്യിബ് തങ്ങൾ പഠിപ്പിക്കുന്ന ഇൽമ് ഞാൻ ഓതിത്തരാൻ, കിതാബ് ഇവിടെ ഇരുന്നോളൂ, ഞാൻ ഓതിത്തരാന്ന്. ഭർത്താവിന് കിതാബ് ഓതി കൊടുത്ത മോളാണ് ഈ ഉസ്താദിന്റെ, ഈ മഹാന്റെ മോള്. ഭർത്താവിനോട് പറഞ്ഞു, ഉപ്പാന്റെ ദർശനം പോയിരിക്കേണ്ട ആവശ്യം, നീ ഇവിടെ തന്നെ റൂമിലിരുന്നാൽ ഞാൻ ഓതിത്തരാൻ കിതാബ്. മാഷാ അല്ലാഹ്. ഉഅല്ലിമുക ഇൽമ സഈദ്. അതാണ് സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. إذا تطهر الرجل ثم مر إلى المسجد يرعى الصلاة. ആരെങ്കിലും വീട്ടിൽ നിന്ന് വുളു എടുക്കുകയും നിസ്കരിക്കുവാൻ വേണ്ടി മസ്ജിദിലേക്ക് പോവുകയും ചെയ്താൽ യർഅ الصلاة, നിസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ കതബലഹു കാതിബുഹു, നിസ്കാരത്തിന് വേണ്ടി പുറപ്പെട്ട ഈ മനുഷ്യന് വേണ്ടി അല്ലാഹു ഒരു മലക്കിനെ നിയോഗിക്കുകയും ആ മലക്ക് ബികുല്ലി ഖത്വത്തിൻ യഖ്തുഹാ ഇലൽ മസ്ജിദി 10 ഹസനാത്ത്. വീട്ടിൽ നിന്ന് വുളു എടുക്കുക, എന്നിട്ട് മസ്ജിദിലേക്ക് പോവുക. മസ്ജിദിൽ ചെന്നിട്ട് വുളു എടുക്കുക പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വീട്ടിൽ നിന്ന് വുളു എടുത്ത് പോകുന്നതിന് വേറെ കൂലിയാണ്. ഓരോ കാൽവെപ്പിനും 10 വീതം ഹസനത്തുകൾ അല്ലാഹു നൽകുമത്രേ. 10 ഗുണങ്ങൾ.
വൽഖാഇദു യർഅസ്സലാ ഖൽഖാനിതി, നിസ്കരിക്കാൻ നടന്നു പോവാൻ കഴിയാത്ത ആൾക്ക് അതുപോലത്തെ കൂലി അല്ലാഹു നൽകും നിയ്യത്തുള്ളതിന്റെ പേരിൽ. വയുക്തബു മിനൽ മുസല്ലീൻ മിൻ ഹീന യഖ്റുജു മിൻ ബൈതിഹി ഹത്താ യർജിഅ ഇലൈഹി, വീട്ടിൽ നിന്ന് പുറപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നതുവരെ നിസ്കരിച്ചതിന്റെ കൂലിയും അല്ലാഹു നൽകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മലയാളികൾക്ക് പറ്റിയ ചെറിയൊരു അബദ്ധം, ഉസ്താദുമാര് മസ്സലൊക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാം പഠിച്ചപ്പോഴേ കുറേ അറിഞ്ഞാൽ വലിയ അടങ്ങാറാണ്. വീട്ടിൽ നിസ്കരിച്ചാൽ ഓക്കെ അല്ല, കുഴപ്പമൊന്നുമില്ല, അപ്പോൾ വീട്ടിൽ നിസ്കരിക്കും. നിസ്കരിക്കേണ്ടത് മസ്ജിദിൽ നിന്നാണ്. വീട്ടിൽ നിസ്കരിച്ച നിസ്കാരം സ്വഹീഹാണ്. പക്ഷേ ഹബീബായ നബി തങ്ങൾ പ്രോത്സാഹിപ്പിച്ച എത്ര ഹദീസാണ് ജമാഅത്തായിട്ട് മസ്ജിദിൽ പോയിട്ട് നിസ്കരിക്കുക. അത് ആദ്യത്തെ ജമാഅത്തിന് തന്നെ കൂടണം. നമ്മുടെ മഹല്ല് ജമാഅത്തുകളിൽ നമ്മുടെ സുബ്ഹി ജമാഅത്തിനും നമ്മുടെ ഇശാഇനും അസ്റിനും ളുഹറിനും ഒക്കെ എത്ര ആളുകളുണ്ട് അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കാൻ. അതിനനുസരിച്ചാണ് ഈ ഉമ്മത്തിന് അല്ലാഹു വിലയിടുന്നത്. ഈ ഉമ്മത്തിന് അല്ലാഹു നൽകുന്ന വില പ്രത്യേകിച്ച് സുബ്ഹി നിസ്കാരത്തിന്റെ സൊഫ് നോക്കിയിട്ടാണ്. സുബ്ഹി പെരുന്നാക്ക് ആള് കൊള്ളാൻ വേണ്ടിയിട്ടാണ് പള്ളി വലുതാക്കല്. പെരുന്നാക്ക് ഒരുക്ക നിസ്കരിക്കാത്തവന് പെരുന്നാക്ക് ഇപ്പം വന്നു വരും, അവനിപ്പോ ആഘോഷല്ലേ. പക്ഷേ സുബ്ഹി നിസ്കാരത്തിന് ഡെയിലി ആ നാട്ടിൽ മഹല്ലിൽ ഹാദറായ ആളുകൾ എത്ര പേര് വരുന്നുണ്ട്? ഇതൊരു വിഷയമാണ്. എത്ര കൂലിയാണെന്നല്ലേ. വീട്ടിൽ നിന്ന് ഉദുവെടുത്ത് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ വാഹന സൗകര്യം ഉണ്ടായിരിക്കാം, നടക്കാവുന്ന ദൂരമാണോ നടന്നിട്ട് തന്നെ പോവുക. എത്രയൊക്കെ ഉപകാരം. രാവിലത്തെ ഫ്രഷ് എയർ, ഏറ്റവും കൂടുതൽ നല്ല വൃത്തിയുള്ള ഓക്സിജൻ കിട്ടുന്ന സമയമാണ് ഒന്ന്. കാരണം അധികം മലിനീകരണങ്ങളൊന്നും ഉണ്ടാവില്ല, ഒച്ചപ്പാടില്ല, ബഹളമില്ല. പിന്നെ ഭൂമിയുടെ ടെമ്പറേച്ചർ വളരെ മനോഹരമായിരിക്കും, ചൂടൊന്നും ആയിട്ടില്ല. സൂര്യൻ ഉദിച്ചു വരുന്ന നേരം ആ വെയിൽ കൊണ്ടാൽ വൈറ്റമിൻ ഡി കിട്ടും, ഒന്ന് നല്ല ഫ്രഷ് എയർ കിട്ടും, മനസ്സമാധാനം കിട്ടും. ഈ രാവിലെ ഇറങ്ങി നടക്കുന്നത്, റോഡിലൂടെ ഒന്നും പോണ്ടേ, ബസ്സൊക്കെ തട്ടിപ്പോയി പോകും. അതുകൊണ്ട് സേഫായ സ്ഥലത്ത് കൂടെ നടക്കുക. ആ നടക്കുന്നത് മനസ്സിന് ഉത്സാഹമാണ്. ലോകത്ത് ഉറക്കത്തിൽ ഹാർട്ട് അറ്റാക്ക് നടക്കുന്നതിന്റെ കണക്കെടുത്തപ്പോ ഏറ്റവും കൂടുതൽ സൈലന്റ് അറ്റാക്ക് വന്ന് ഉറക്കത്തിൽ മരിച്ചു പോകുന്നത് രാവിലെ 8 മണിക്കാണ്. നിങ്ങൾ അതിന്റെ കണക്ക് വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. രാവിലെ 8 മണിക്കാണ് മനുഷ്യന്മാർ മരിക്കുന്നത്. ഉറക്കത്തിൽ നോൺ സ്റ്റോപ്പ് ഉറങ്ങിയിട്ട് ആളുകൾ ഉറക്കത്തിൽ മരിക്കുന്നതിന്റെ 99% മരണങ്ങളും രാവിലെ 7 മണി 8 മണിക്കുള്ളിലാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു പഠനം നടന്നപ്പോൾ ഒരു വിചിത്രമായ ഒരു കൂട്ടിവായിക്കൽ നടന്നത്, സുബ്ഹി നിസ്കാരത്തിന് എണീക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡേഞ്ചർ ഒഴിവായി കിട്ടും. കാരണം ആ സമയത്ത് എണീക്കുകയാണ്. നോൺ സ്റ്റോപ്പ് ഉറങ്ങുന്ന ആളുകൾക്ക് അറ്റാക്ക് വരാൻ, ശരീരം നം എന്ന് പറയില്ലേ, ഒരു മരവിപ്പ് പോലെ അനക്കമില്ലാതെ ബ്ലഡ് പമ്പിങ് നിലച്ചു പോകുന്ന അല്ലെങ്കിൽ സ്ലോ ആയി പോകുന്ന സമയം കണ്ടെത്തിയത് 8 മണിയാണ്, രാവിലത്തെ 8 മണി സമയം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ സ്വലാത്തു ഖൈറും മിനൻ നൗം. നിസ്കാരമാണ് ഉറക്കിനേക്കാളും ഖൈർ കേട്ടോ, എഴുന്നേറ്റോളൂ എന്ന് പറയുന്ന വിളിയിൽ എന്തൊക്കെ ഉപകാരങ്ങൾ കിട്ടിയപ്പോ. അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം പൈസക്ക് ചെലവല്ലേ. വേദനയും കീറി മുറിക്കുന്നതും വേറെ, വീട്ടുകാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് വേറെ, നമ്മൾ അനുഭവിക്കേണ്ട വേദന വേറെ. ഇനി രക്ഷപ്പെട്ട് കിട്ടൂല്ലോ അതും അറിയില്ല, ചിലപ്പോൾ അങ്ങ് മരിച്ചുപോയി എന്ന് വരും. അപ്പോ അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുന്നിടത്ത് അല്ലാഹുവേ നമ്മുടെ റൂഹിനും ജസദിനും അല്ലാഹു ഉപകാരം നൽകുന്ന സമയമാണത്. അതുകൊണ്ട് നമ്മുടെ രാവിലത്തെ നിസ്കാരങ്ങളിലേക്കുള്ള നടത്തം അത് വലിയ പ്രതിഫലമാണ്, നഷ്ടപ്പെടുത്തരുത്. ഓരോ കാൽവെപ്പിനും 10 കൂലി. അല്ലാഹ്, 10 ഹസനാത്ത്. ഓരോ കാൽവെപ്പും എത്ര സ്റ്റെപ്പ് എടുത്ത് വെക്കേണ്ടി വരും നടന്നു പോകാൻ? അതിന് മുഴുവനും കൂലിയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രതിഫലം. യാ അല്ലാഹ്,